ഗായ്സ്, ഈ നസ്തർ എന്ന് പറയുന്ന സാധനം റിയൽ ആയിട്ടുള്ളതാണെന്ന് ഇപ്പോൾ എനിക്ക് നല്ല രീതിക്ക് മനസ്സിലായേ. എൻ്റെ കുട്ടി 3 ദിവസം എണീച്ചിട്ടില്ല. ആൾക്ക് നല്ല പനിയാണ്. അങ്ങനെ ആളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നിട്ട് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കുളിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. കണ്ട ഗൈസ് എൻ്റെ കോലം. ഞാൻ 3 ദിവസമായി നേരെ കിടന്ന് ഉറങ്ങിയിട്ട്. പിന്നെ നമ്മുടെ കുട്ടിക്ക് വയ്യാണ്ടാകുമ്പോൾ നമുക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ അതാ കുളിക്കാൻ വേണ്ടി വെള്ളം തിരിച്ചു വിട്ടിട്ട് അനിയൻ്റെ റൂമിലേക്ക് ജസ്റ്റ് വന്ന് നോക്കിയതാണ്. ഇന്ന് മഴയൊന്നുമില്ല ഗൈസ്, വെയിലുണ്ട്, ചൂടങ്ങനെ എടുക്കണമൊന്നുമില്ല. അങ്ങനെ ഇതാ ഞാൻ ജസ്റ്റ് അനിയൻ്റെ കണ്ണാടിലൊക്കെ നിന്ന് നോക്കുക കേട്ടോ. ഇവൻ ഈ കണ്ണാടി ഒന്നും തുടയ്ക്കാറില്ല തോന്നുന്നു. അങ്ങനെ ഇതാ കുളിക്കാൻ കയറി നോക്കിയപ്പോൾ വെള്ളം നിറഞ്ഞിട്ടില്ല. വെള്ളം ഞാൻ തിരിച്ചു വിട്ടിരിക്കുക. എനിക്കാണെങ്കിൽ നല്ല മേലും കൈ വേദനയുണ്ട് ഗൈസ്. ഇവിടെ എൻ്റെ കൂടെ തന്നെ ആയതുകൊണ്ടേ എനിക്ക് പനി വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതുകൊണ്ട് ഞാൻ മേല് കഴുകാൻ വേണ്ടി ചൂടുവെള്ളം തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നേ. ഇതെൻ്റെ റൂമിലെ ഒരു കണ്ണാടീൻ്റെ ഭാഗമാണ് കേട്ടോ. ഈ നെറ്റ് അധികം തുറക്കാറൊന്നുമില്ല, എന്താ വെച്ചാൽ ഭയങ്കര കൊതുകാണല്ലോ. ഇപ്പോഴാണ് ഞാൻ നല്ല വെയിലടിച്ച് ഈ സൈഡൊക്കെ കാണുന്നില്ല. ഇനി എപ്പോൾ നോക്കിയാലും മഴയല്ലേ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് മെയിൻ റോഡ് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അങ്ങനത്തെ കലപിലാന്ന് വെച്ചിട്ടപ്പോൾ ഞാൻ വേഗം നോക്കിയപ്പോൾ കണ്ടത് ഇവിടെ കുറേ ആൾക്കാർ ഇരുന്ന് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നെ കണ്ടപ്പോൾ മിണ്ടായിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ അതാ കുറേ ദിവസത്തിന് ശേഷം ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇരുന്ന് ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒന്നാമത് എൻ്റെ കുട്ടിക്ക് വയ്യാത്തതുകൊണ്ട് അതിൻ്റെ സങ്കടം എനിക്കുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ കിടന്ന് മരം ആടുന്നത് കാണുന്നത് കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു ഗൈസ്. ഈ ഒരു സൈഡ് വന്നിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ അധികമൊന്നും വന്നിരിക്കാറൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ മുഖത്തിൻ്റെ കോലൊക്കെ നോക്കുകയാണ്. ആകെ ക്ഷീണിച്ച് എന്തോ പോലെ. അങ്ങനെ ഇതാ കുളിക്കാൻ വേണ്ടി വെള്ളം തിരിച്ചു വിട്ടപ്പോഴാണ് അയ്യോ തലയിൽ എണ്ണ തേക്കാൻ മറന്നു പോയല്ലോ എന്ന് ഞാൻ ആലോചിച്ചത്. അപ്പം തന്നെ ഞാൻ ചടപടേന്ന് താഴെ വേഗം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. വന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ മിട്ടുപൂച്ച നല്ല സുഖം ഉറക്കം. എന്താ അല്ലേ. അങ്ങനെ ഞാനിതാ തലയിൽ എണ്ണ തേക്കാൻ നിൽക്കുകയാണ്. ഞാൻ പിന്നെ കാച്ചി എണ്ണയൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. എനിക്കതൊന്നും ചേരില്ല ഗൈസ്, തലവേദന വരും. അതുകൊണ്ട് തന്നെ ഇതാ വെളിച്ചെണ്ണ, സാധാ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഞാൻ പെട്ടെന്നൊന്നും തേക്കാറില്ല. അങ്ങനെ ജസ്റ്റ് തലയിലൊക്കെ നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ തലയിൽ എണ്ണ തേക്കാറ്. അങ്ങനെ ഇതാ നല്ല രീതിക്ക് മസാജൊക്കെ ചെയ്യണ്ടേ. എനിക്ക് പ്രഗ്നൻസിക്ക് ശേഷം മുടി നല്ല രീതിക്ക് കൊഴിയുണ്ട് ഗൈസ്. അങ്ങനെ ഇതാ മുടിയെല്ലാം കൂടി വാരി ചുരുട്ടി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു കണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ സൈഡ് നേരെ എടുത്തെടുത്ത് എൻ്റെ ഈ നെറ്റീൻ്റെ ഭാഗം നല്ല രീതിക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കുറച്ചധികം പാത്രം കഴുകി വെക്കാണ്ടായിരുന്നു. രാവിലെ ഐസ് ബേബി കഴിച്ച പാത്രവും വെള്ളം കുടിച്ച പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് വേഗം സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വിട്ടു കേട്ടോ. എനിക്ക് പിന്നെ പാത്രം കഴിക്കുന്ന എല്ലാവരുടെയും തുടച്ച് വൃത്തിയാക്കണ ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ അതാ വെള്ളം തയ്ച്ചപ്പോൾ ഞാൻ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ ഒരു ദിവസം 2 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കും കേട്ടോ. നമ്മൾ ബോഡി ഹൈഡ്രേറ്റ് ആയിരിക്കണ്ടേ. ഞാൻ പിന്നെ ഫീഡ് ചെയ്യുന്നതുകൊണ്ടും കൂടിയിട്ട് വെള്ളം നല്ല രീതിക്ക് ഞാൻ കുടിക്കാറുണ്ട്. അപ്പോഴാണ് ഞാൻ ടേബിളിൻ്റെ മുകളിൽ ഒരു സാധനം കണ്ടത്. ഇത് കണ്ട ഗൈസ്, എൻ്റെ ചെറിയനെയും വാങ്ങിയതാണ് തോന്നുന്നു. ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. എന്തായാലും നമ്മൾ കളിക്കുന്ന പ്രായത്തിൽ ഇങ്ങനെയൊന്നുമില്ല. നമ്മൾ ചിരട്ട വെച്ചൊക്കെയായിരുന്നു കളിച്ചത്. കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു കപ്പും അത് തിരിച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വരും. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെയാണ് എന്ന്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ ഗൈസ്, അതിൽ വെള്ളമൊക്കെ വരുന്നുണ്ട്. ഞാൻ ആദ്യം വിശ്വസിച്ചേ ഇരുന്നില്ല. അവനെടുത്ത് പറഞ്ഞു ഇതിങ്ങനെ ഒരു സാധനമാണെന്ന്. കാളന്നിട്ട് ഇടയ്ക്ക് ഇതിലൊക്കെ എടുത്ത് വെള്ളം കുടിക്കണം കാണാം കേട്ടോ. ഇനി നമ്മുടെ ഹൈസ് ബേബിൻ്റെ കാലത്ത് എന്തൊക്കെ സാധനങ്ങൾ വരാൻ പോകുന്നത് നല്ലതാക്കറിയാം ഗൈസ്. അങ്ങനെ ഞാൻ അതും നോക്കി അന്തം വിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നേ. അപ്പോഴാണ് ഞാൻ ടേബിളിൻ്റെ മുകളിൽ അച്ചാർ ശ്രദ്ധിച്ചത്. ഇന്നലെ ബിരിയാണി ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം കിട്ടിയ അച്ചാറായിരുന്നു. ആകെ 2 തുള്ളിയുള്ളൂ ഗൈസ്. അവർ നമ്മൾ പറ്റിച്ചു തോന്നുന്നു. അങ്ങനെ ഞാനിത് വേഗം കുളിക്കാൻ വേണ്ടി മുകളിൽ ചെന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പെട്ടെന്ന് തന്നെ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിച്ചപ്പോഴാണ് എനിക്കൊരു ക്ഷീണമൊക്കെ വിട്ടത്. ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫേസിൽ ആകെ ഈ ലിപ് ബാം മാത്രമേ ഇടുള്ളൂ. ഇതെനിക്ക് മസ്റ്റാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീൻ്റെ ലിപ് ബാമാണ്. അതങ്ങനെ ഞാൻ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇടുമ്പോൾ എനിക്ക് ലിപ്സിൽ നല്ല രീതിക്കുള്ളൊരു മാറ്റമൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ എപ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണവരാണെങ്കിൽ ലിപ് ബാം ഇടുന്നത് അത്രയും നല്ലതാണ്. അങ്ങനെ അതാ ലിപ് ബാമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് എൻ്റെ ചുണ്ടിൽ ആ ഒരു പിഗ്മെൻറ്റേഷൻ അറിയണില്ലേ ഗൈസ്. ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല, ഈ ഒരു ലിപ് ബാം മാത്രം മതി. ഇതിൻ്റെ ടെക്സ്ചർ അടിപൊളിയാണ്, ഒരു ക്രീമി ടെക്സ്ചർ. അങ്ങനെ ഞാനിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണേ. കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. രാവിലെ നേരത്തെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയതല്ലേ. അങ്ങനെ കഴിക്കാനായിട്ട് ഞാൻ ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറിയായിട്ട് രസം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടില്ല. അതിന് പകരം ഞാനെടുത്ത് തലേ ദിവസത്തെ സാമ്പാർ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ സാമ്പാർ. ഇത് പാലക്കാട്ടുകാർ മാത്രം വയ്ക്കുന്നൊരു സ്പെഷ്യൽ സാമ്പാറാണ്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോഴാണ് പിന്നെ ഞാൻ രസം കണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ സോയാബീൻ പൊരിച്ചതും കൂടി ഉണ്ടായിരുന്നു. സോയാബീൻ എൻ്റെ ഫേവറേറ്റാണ് ഗൈസ്. പിന്നെ കുറച്ച് ചേനപ്പേരിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാം കൂടി കൂട്ടി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. എൻ്റെ ഹൈസ് ബേബി മേളിൽ ഉറങ്ങണമുണ്ട് തന്നെ. എനിക്ക് നല്ല രസിച്ച് ഫുഡ് കഴിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ മനസ്സ് മൊത്തം മേളിലായതുകൊണ്ട് ഞാൻ രസിച്ചൊന്നും കഴിക്കാൻ നിന്നില്ല ഗൈസ്. വേഗം തന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ മേളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ എനിക്കും വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. മേമയുടെ ഫുഡൊക്കെ എപ്പോഴും അടിപൊളിയാണ്. മേമ എല്ലാ സാധനങ്ങളും അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ.
എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാവേ. അങ്ങനെ ഞാനത് ഫുഡ് കഴിച്ച് വന്ന് നോക്കുമ്പോൾ നമ്മൾ മിട്ടുപൂച്ച അപ്പോഴും നല്ല ഉറക്കത്തിലാണ്. കണ്ടില്ല എന്ത് പൂസ് കൊടുത്ത് ഉറങ്ങണേന്ന്. ഞാൻ ചെറുതായിട്ടൊന്ന് തോണ്ടി നോക്കിയത് ആളങ്ങ് നെട്ടി എണിച്ചു, ആരടി നീ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ മേലേക്ക് ഓടി വന്ന് നോക്കിയപ്പോൾ നമ്മൾ ഐസ് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ എത്ര